MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മലപ്പുറം കൂരിയാട് വീണ്ടും ദേശീയപാത പൊളിഞ്ഞു. പ്രധാന റോഡിന്റെ പാർശ്വഭിത്തി തകർന്ന സർവീസ് റോഡിലേക്ക് പതിച്ചു. നേരത്തെ അപകടമുണ്ടായതിന് സമീപമാണ് റോഡ് തകർന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് തകർന്നത് എന്നാണ് വിവരം. കല്ലും മണ്ണും എല്ലാം സർവീസ് റോഡിലേക്ക് വീണിട്ടുണ്ട്. സർവീസ് റോഡിൽ കൂടുതലായി വിള്ളൽ വീഴുകയും അത് ചെരിയുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം കൂരിയാട് ദേശീയപാത തകർന്ന വിഷയം ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ബിജെപി മത്സരിക്കേണ്ടെന്ന രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ നേതാക്കൾക്ക് എതിർപ്പ്. നിലമ്പൂരിൽ ഉപതിരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥി വേണ്ടെന്ന സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ നിലപാടിൽ നേതാക്കൾക്ക് എതിർപ്പ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ 17,000 വോട്ട് നേടിയ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കാതിരിക്കുന്നത് അബദ്ധമെന്ന് നേതാക്കൾ കോർ കമ്മിറ്റിയിൽ അഭിപ്രായപ്പെട്ടു. ലാഭവും നഷ്ടവും നോക്കി രാഷ്ട്രീയ പ്രവർത്തനം നടത്താനാകില്ലെന്നും കോർ കമ്മിറ്റിയിൽ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. കൂടരഞ്ഞിയിലെ വീടിന് സമീപം പുലിയെത്തി, പിടികൂടുവാൻ കൂട് സ്ഥാപിക്കും. കോഴിക്കോട് കൂടരഞ്ഞിയിൽ ഇറങ്ങിയ പുലിയെ പിടികൂടാനായി ഇന്ന് കൂട് സ്ഥാപിക്കും. ഇന്നലെ പുലർച്ചെയാണ് ബാബു എന്നയാളുടെ വീടിന് സമീപം പുലി എത്തിയത്. പുലിയുടെ സാന്നിധ്യത്തിൽ നായ കുരച്ചതോടെയാണ് കുറച്ചുനേരം മുറ്റത്ത് അങ്ങിങ്ങായി നിന്ന പുലി മറഞ്ഞത്. പുലിയുടെ ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷകഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു. എന്നെപ്പോലെ മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. ഇന്ത്യൻ MPമാർ വിദേശത്തു പോയി പ്രധാനമന്ത്രിക്കെതിരായി സംസാരിക്കണോ? ശശി തരൂരിനെ പിന്തുണച്ച BJP. പ്രധാനമന്ത്രിയെ പുകഴ്ത്തിയുള്ള പ്രസ്താവനയിൽ ഡോക്ടർ ശശി തരൂരിനെ പിന്തുണച്ച BJP. ഇന്ത്യൻ MPമാർ വിദേശത്തു പോയി ഇന്ത്യക്കും പ്രധാനമന്ത്രിക്കും എതിരെയാണോ സംസാരിക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചോദിച്ചു. രാഷ്ട്രീയ നിരാശയ്ക്ക് പരിധിയുണ്ടെന്നും കിരൺ റിജിജു വ്യക്തമാക്കി. അതേസമയം ശശി തരൂരിന്റെ പരാമർശങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന് അതൃപ്തിയുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതി, അന്വേഷണം. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറത്തിയത് കൊറിയൻ യുവതി എന്നാണ് സംശയം. ഇമിഗ്രേഷൻ വിഭാഗത്തിൽ നിന്നും കൊറിയൻ ബ്ലോഗറുടെ വിശദാംശങ്ങൾ പോലീസ് തേടിയിട്ടുണ്ട്. ഏപ്രിൽ 10 രാത്രി 10 മണിയോടെയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം ഡ്രോൺ പറന്നത്. കിഴക്കേ നടയിലൂടെ പത്മതീർത്ഥ കുളത്തിന് മുകളിലൂടെയാണ് ഡ്രോൺ പറന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റത് ആര്യടൻ ഷൌക്കത്ത് പാലം വലിച്ചതുകൊണ്ട് MV ഗോവിന്ദൻ. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൌക്കത്തിനെതിരെ ആരോപണവുമായി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF തോറ്റത് ആര്യടൻ ഷൌക്കത്ത് പാലം വലിച്ചതുകൊണ്ടെന്ന് ദേശാഭിമാനിയിലെ ലേഖനത്തിൽ MV ഗോവിന്ദൻ ആരോപിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്തെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് നേതൃത്വം മറുപടി പറയും എന്നാണ് ആര്യടൻ ഷൌക്കത്തിന്റെ മറുപടി. കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുവാൻ നടപടികൾ ആരംഭിച്ചു. കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടിക്ക് സാധ്യത. അറബിക്കടലിൽ കൊച്ചി തീരത്ത് മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുവാൻ നടപടികൾ ആരംഭിച്ചു. കണ്ടെയ്നറുകൾ സ്കാനിംഗിലൂടെ കണ്ടെത്തിയാണ് മാറ്റുക. ഇതുവരെ അപകടകരമായ വസ്തുക്കൾ കടലിൽ കലർന്നിട്ടില്ലെന്നാണ് ഷിപ്പിംഗ് മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അതിനിടെ കപ്പൽ കമ്പനിക്കെതിരെ നിയമ നടപടിക്കുള്ള നീക്കങ്ങൾ സർക്കാർ ഊർജിതമാക്കി. അൻവറിനെ തള്ളിക്കളയുന്നില്ല, ചർച്ചകൾ തുടരും. രമേശ് ചെന്നിത്തല. PV അൻവറിന്റെ UDF പ്രവേശനത്തിൽ തീരുമാനം നീളുമ്പോഴും അൻവറുമായി ചർച്ചകൾ തുടരുന്നുവെന്ന് വ്യക്തമാക്കി രമേശ് ചെന്നിത്തല. നേതാക്കൾ തമ്മിൽ ഭിന്നതയില്ലെന്നും നിലമ്പൂരിൽ ഒന്നിച്ച് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ചെന്നിത്തല പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.